സ്കോളിയോസിസിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്കോളിയോസിസ് പ്രോബ്ലം ഉള്ളവർക്ക് ചില യോഗ പോസ്റ്റേഴ്സ് വളരെ നല്ലതാണ്. സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം വളരെ റിലീഫ് കിട്ടാൻ സാധിക്കും. അത് ഏർലി കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ വരെ സാധിക്കും. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ നട്ടലിൻ്റെ നോർമൽ സ്ട്രെയിറ്റ്നെസ് ഉള്ള നട്ടലിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒരു വളവ് വരുമ്പോൾ ഉള്ള പോസ്റ്ററുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് സ്കോളിയോസിസ് പ്രോബ്ലം. അതായത് ഇപ്പോൾ ഷോൾഡർ ഇങ്ങനെ ചാഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ബെൻഡായിരിക്കുക, ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് പൊതുവേ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഷോൾഡർ പെയിൻ, അതുപോലെ തന്നെ അവർക്ക് മൊബിലിറ്റി കുറവായിരിക്കും, ചലനശേഷി കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഫീലിങ്സ് പിന്നുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മെൻ്റലി അവർക്കൊരു വിഷമം ഉണ്ടാകും. എനിക്കിങ്ങനെ ആയല്ലോ എന്നൊക്കെ ഉള്ള വിഷമങ്ങളുണ്ടാകാം. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇത് മൂലം ഉണ്ടാകും. ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സഡനായിട്ടുള്ള ഒരു ഫ്രണ്ട് ബെൻഡോ അല്ലെങ്കിൽ ട്വിസ്റ്റൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സ്കോളിയോസിസ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് റിലീഫ് കിട്ടാൻ വേണ്ടിയുള്ള യോഗ 1-2 യോഗ പോസ്റ്റേഴ്സാണ് ഞാനിതിൽ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗുണം കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യോഗ മാറ്റിൽ കാല് നിവർത്തി ഇതുപോലെ ഇരിക്കാം. എന്നിട്ട് വലത് കാല് സാവകാശം മടക്കി ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ സൈഡിലായിട്ട് വയ്ക്കാം. എന്നിട്ട് 2 കൈകൾ കൊണ്ടും ചെസ്റ്റിനോട് അടുപ്പിച്ച് പിടിക്കാം കാലുകൾ. അതിനുശേഷം ഇടത് കൈ കൊണ്ട് ഇതുപോലെ കോർത്ത് ചുറ്റി പിടിക്കുക. വലത് കൈ റൈറ്റ് സൈഡിലേക്ക് വെച്ച് അങ്ങ് ടേൺ ചെയ്ത് ആ പൊസിഷനിൽ ഒരു 10 സെക്കൻഡ്സ് നമുക്ക് നോർമൽ ബ്രീത്ത് ചെയ്തിരിക്കാം. അതിനുശേഷം അടുത്ത കാല് ഇതുപോലെ മടക്കി കൊണ്ടുവരിക. നേരെ ഇരിക്കുന്ന കാലിൻ്റെ സൈഡിലെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റി പിടിക്കാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ടേൺ ചെയ്ത് നോർമലായിട്ട് 10 സെക്കൻഡ്സ് ബ്രീത്ത് ചെയ്യാം. ഇങ്ങനെ 2-3 റൗണ്ട് നമുക്ക് ചെയ്യാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് ഈസിയായിട്ടും ഇത് ചെയ്യാം. കാല് ഇതുപോലെ മടക്കി വെച്ചിട്ട് കൈകൾ കൊണ്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാം. എന്നിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. പിന്നെ അടുത്ത കാല് ഇതുപോലെ മടക്കി വയ്ക്കുക. എൻ്റെ കൈകൾ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് മറ്റേ കൈ ഓപ്പോസിറ്റ് സൈഡ് പ്ലേസ് ചെയ്തിട്ട് ടേൺ ചെയ്ത് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാം. അതിനുശേഷം കാലുകൾ മടക്കി ഇതുപോലെ ഇരിക്കാം. ഇത് വജ്രാസനം എന്നാണ് ഇതിൻ്റെ പേര്. എന്നിട്ട് കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം ഉയർത്തുക. ശ്വാസം കളഞ്ഞുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്ത് ഇതുപോലെ പൊസിഷൻ ചെയ്യാം. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. 10 സെക്കൻഡ്സ് ഇതുപോലെ ഇരുന്ന ശേഷം നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം. ഇത് 2-3 റൗണ്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മുട്ടുകൾ കുത്തി ഇതുപോലെ നിൽക്കാം. എന്നിട്ട് കൈ ഇത് 1 മുഴം കണക്കാക്കി ഡിസ്റ്റൻസിൽ കൈപ്പത്തികൾ പ്ലേസ് ചെയ്തിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക. അതിന് ശ്വാസം കളഞ്ഞുകൊണ്ട് മുതുക് പോർഷൻ അപ്പ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്താം. ശ്വാസം കളഞ്ഞുകൊണ്ട് മുതുക് പോർഷൻ അപ്പ് ചെയ്യാം. ഇങ്ങനെ 3-4 റൗണ്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സാവധാനം കാലുകൾ നോർമലായിട്ട് കാലും കൈയും അകത്തി വെച്ച് കിടക്കാം. ഇത് ശവാസനമാണ്. കൈയും കാലും തളർത്തി വെച്ച് കിടക്കുക.
ശരീരത്തിനും മനസ്സിനും ശാന്തി ലഭിക്കാനും ശരീരത്തിന് റിലാക്സ് ലഭിക്കാനും സാധിക്കും. ഇതിന് ശേഷം നമുക്ക് വീണ്ടും ഈ സീക്വൻസ് ആവർത്തിക്കാം. 2-3 റൗണ്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യാം. സ്കോളിയോസിസ് ജന്മന വരാറുണ്ട്. ജന്മന തന്നെ സ്കോളിയോസിസ് മൂലം സ്കോളിയോസിസ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് മൂലം സംഭവിക്കും. അതുപോലെ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരു സൈഡ് വലിപ്പം കൂടുതലും ഒരു സൈഡ് വലിപ്പം കുറവായിട്ടുള്ള ബോഡി സ്ട്രക്ചറൊക്കെയാണ് സ്കോളിയോസിസിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് പല കാരണങ്ങൾ, ഇത് സ്കോളിയോസിസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള കാരണങ്ങളുകൊണ്ടാണ് സ്കോളിയോസിസ് ഉണ്ടാകുന്നത്. അതിൻ്റെ സ്ട്രെച്ചുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മൾ റെഗുലർ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അവർക്കറിയാമായിരിക്കാം ഈ കാര്യങ്ങളെങ്കിൽ പോലും ഒന്ന് ഷാർപ്പൻ ചെയ്യാനും അവർക്ക് വീണ്ടും ഇതിലേക്ക് ചെയ്യാനുള്ള പ്രചോദനം നൽകാനും ചിലപ്പോൾ ഈ വീഡിയോ സഹായിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ പിന്നുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതോടൊപ്പം ഇത് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി തുടർ വീഡിയോയിൽ ഞാൻ ഈ സ്കോളിയോസിൻ്റെയും പല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമസ്തേ.